എന്തായാലും സഭയിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തെക്കുറിച്ചൊക്കെ ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്കറിയാം ഈ മലപ്പുറത്ത് ഊർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണ ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂരങ്കല് സ്വദേശി സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ആന വീണത്. കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വനവകുപ്പും പോലീസും സംഭവസ്ഥലത്ത് ഇപ്പോൾ ആനയെ കരകയറ്റാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുന്നു. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. രാജേഷിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി രാജേഷ്, എന്താണ് നിലവിലെ ഒരു അവസ്ഥ? മണിക്കൂറിലധികമായി കാട്ടാന ഇതുപോലെ കിണറിൽ അകപ്പെട്ടിട്ട് ഈ സാഹചര്യത്തിലാണ് ഈ കാട്ടാനയെ കരകയറ്റാനുള്ള ശ്രമം നീളുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികളായ നാട്ടുകാർ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ സ്ഥലം സന്ദർശിക്കാനെത്തിയ നിലമ്പൂർ DFO നോർത്ത് DFO കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കാനെത്തിയിരുന്നു. ഈ സംഘം വരുന്നതിനിടെ ഈ നാട്ടുകാരെല്ലാം ചെയ്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ ആനയെ മയക്കുവെടി വെച്ച് ഉൾവനത്തിലേക്ക് കയറ്റിവിടണം എന്നാണ്. അതുപോലെ തന്നെ തുടരെയുള്ള കാട്ടാന ആക്രമണത്തിൽ വ്യാപകമായ നാശം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം അടിയന്തര നടപടി സ്വീകരിക്കണം എന്നൊരാവശ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നാട്ടുകാരുടെ ആവശ്യം എത്രത്തോളം അംഗീകരിക്കും എന്നതാണ് ഒരു ചോദ്യചിഹ്നം. പ്രധാനമായും 10 മണിക്കൂറിലധികമായി ഈ കാട്ടാന കിണറ്റിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു മയക്കുവെടി വെക്കുമ്പോൾ അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മറ്റു മരണത്തിന് ഇടയാക്കാൻ സാധ്യത ഉണ്ടെന്നാണ് വൈദ്യസംഘം വിലയിരുത്തുന്നത്. എന്തായാലും ഇതിൽ പ്രധാനമായും പ്രതിഷേധം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ നിലമ്പൂർ മുൻ MLA PV അൻവർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് PV അൻവർ മറ്റൊരു വിവാദ പരാമർശമായി മുന്നോട്ട് വരുന്നത്. PV അൻവർ പ്രധാനമായും പറയുന്നത് ഈ കാട്ടാനയെ ഈ ജനവാസ മേഖല ഇറങ്ങി ഇതുപോലെ കിണറിലകപ്പെട്ട കാട്ടാനയെ മണ്ണിട്ട് മൂടി അതിനെ കൊല്ലണം എന്നൊരു വിവാദ പരാമർശവും ഈ PV അൻവർ MLA ഈ സാഹചര്യത്തിൽ ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു വിവാദ പരാമർശം എന്തെന്ന് വെച്ചാൽ ജനങ്ങൾ ഇടപെട്ട് വനംവകുപ്പ് ഓഫീസിന്റെ പ്രവർത്തനം ഇല്ലാതാക്കണം എന്നൊരു മറ്റൊരു വിവാദ പ്രസ്ഥാനം കൂടി ഈ സാഹചര്യത്തിൽ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് DFOയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് പോലീസ് സംയുക്തമായി ഈ നാട്ടുകാരുടെ അഭിപ്രായങ്ങളെല്ലാം ശേഖരിച്ച് ഒരു യോഗം ചേർന്ന് ഈ ആനയെ എത്രയും പെട്ടെന്ന് കരകയറ്റാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി പ്രദേശത്ത് യോഗം ചേർന്നിട്ടുള്ളത് വരും മണിക്കൂറിൽ ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഭദ്ര, തീർച്ചയായും രാജേഷ്, ഈ PV അൻവർ മുൻ MLA ആണ്. അദ്ദേഹം കഴിഞ്ഞയിടയ്ക്കും ഇത്തരത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ കരുളായിൽ മണി എന്ന് പറയുന്ന ആദിവാസിയെ കാട്ടാന ആക്രമണത്തിൽ മരിച്ചൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാവുകയും അദ്ദേഹത്തെ നാടകീയ രംഗങ്ങളിൽ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ വീണ്ടും ഇത്തരത്തിൽ വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ്. എന്തായാലും ഈ ആനയുടെ കാര്യത്തിൽ അതെങ്ങനെയാണ് ഇനി മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണോ? ഒരുപക്ഷെ ഈ കിണറ്റിൽ വെച്ചുകൊണ്ട് മയക്കുവെടി വെക്കുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ആനയുടെ ജീവനും ഭീഷണി നിലനിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇനി DFOയുടെയും അതുപോലെ തന്നെ മറ്റ് വിദഗ്ധരുടെയും ഒക്കെ നീക്കങ്ങൾ? പ്രധാനമായും DFOയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും മറ്റു ആരോഗ്യ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് മെഡിക്കൽ RRT വിഭാഗങ്ങളെല്ലാം ചേർന്നൊരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് അടിസ്ഥാനത്തിലായിരിക്കും ഈ ആനയെ എങ്ങനെ കരകയറ്റണം, മയക്കുവെടി വെക്കണോ അതോ ഈ മയക്കുവെടി വെച്ചാലുള്ള സാഹചര്യം എന്താണ്, ഈ ജീവൻ നഷ്ടമാകുമോ, ജീവൻ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഈ ആനയുടെ ആരോഗ്യസ്ഥിതി എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ യോഗത്തിന് ശേഷമായിരിക്കും തുടർ രക്ഷാപ്രവർത്തനത്തിൻ്റെ നടപടികൾ സ്വീകരിക്കുക എന്നൊരു വാർത്തയാണ് വനംവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി 10 മണിക്കൂറിലധികമായി ആന കിണറിൽ അകപ്പെട്ടിട്ട് ഇതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മുൻനിർത്തിയായിരിക്കും രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വനംവകുപ്പ് തീരുമാനിക്കുന്നത്. പ്രധാനമായും നിലമ്പൂർ നോർത്ത് DFO കാർത്തിക് കുറച്ചു മുന്നേ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതിൽ ആനയെ രക്ഷപ്പെടുത്താനും വേണ്ടി കരകയറ്റാനും വേണ്ടി ഈ കിണറ് തൊട്ടപ്പുറം ഒരു ചാല് കീറിയാൽ രക്ഷപ്പെടാമെന്നൊരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമാകും, അല്ലെങ്കിൽ അതിനുശേഷം ഈ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന എത്തുമോ എന്നെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും പ്രദേശത്ത് ശക്തമായ പ്രതിഷേധത്തിനപ്പുറം ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടി, ഈ ആനയെ രക്ഷപ്പെടുത്താനുള്ള കരകയറ്റാനുള്ള തുടർ നടപടി സ്വീകരിക്കുക. ഭദ്ര, മലപ്പുറം ഊർങ്ങാട്ടിരിയിലാണ് കാട്ടാന കിണറ്റിൽ വീണിട്ടുള്ളത്. എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 കൂടിയായിരുന്നു ആന കിണറ്റിൽ വീണത്. കൂരങ്കല് സ്വദേശി സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ആന വീണത്. ഒപ്പം തന്നെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വനംവകുപ്പ്
ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സംഭവ സ്ഥലത്ത് ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുകയാണ്. കാട്ടാനയെ കരകയറ്റാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ കരകയറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും DFO അടക്കം ഇപ്പോൾ യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഏത് രീതിയിൽ ആനയെ പുറത്തെടുക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അതേസമയം ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു അനുമതി DFO തേടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ തന്നെ കിണറ്റിൽ വെച്ച് ആനയ്ക്ക് മയക്കുവെടി വെക്കുകയാണെങ്കിൽ അത് ആനയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. കാരണം മണിക്കൂറുകളായി ആന കിണറ്റിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവശ്യ നിലയിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിൽ ഇനി പുറത്തെടുക്കും, അത് കിണറ് പൊളിച്ച് ആനയെ പുറത്തെടുക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. JCB അടക്കം എത്തിക്കുമെന്ന് നേരത്തെ അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇനി ഉണ്ടാവുക. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് ആനയെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിച്ച് ഉൾക്കാട്ടിലേക്ക് അയക്കണം. അതുപോലെ തന്നെ കൃഷിനാശം ഉണ്ടായെടുത്ത് നഷ്ടപരിഹാരം വേണം എന്നൊരു ആവശ്യം കൂടി നേരത്തെ ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. സാലറി വാങ്ങുന്നു. ഓരോ മനുഷ്യനും കൂലിപ്പണി എടുക്കുന്നവരെ പണം കൊണ്ടാണ് നിങ്ങൾ സാലറി പറ്റുന്നത്. നിങ്ങൾ അത് ആദ്യം ചിന്തിക്കും. ഇരിഞ്ഞോണ്ടാണ് കിണറ് മാത്രമേ അത് വേണം ഇരിക്കുന്നില്ലേ. എന്തായാലും പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആനയെ പുറത്തെത്തിച്ച് ഉൾക്കാട്ടിലേക്ക് അയക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ മുൻ MLA PV അൻവറും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.